ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡ്രീംസ് ഓഫ് ശ്രീകുട്ടി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നൈറ്റിയുടെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ആയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എൻ സ്റ്റൈൽ നൈറ്റിയാണ് ഞാനിപ്പോൾ തയ്ക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ രണ്ട് തരം ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. യോക്ക് ഭാഗത്തേക്കൊരു ബ്ലാക്കാണ് എടുത്തിട്ടുള്ളത്. നമുക്കിഷ്ടമുള്ള ക്ലോത്ത് അതിൻ്റെ മാച്ചിങ്ങിൽ നമുക്ക് എടുക്കാവേ. ഇപ്പം നമുക്ക് ആ ബ്ലാക്ക് തുണിയിൽ അത് രണ്ടായിട്ട് ഞാൻ മടക്കിയിട്ടിട്ടുണ്ട്. മൊത്തം 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. അതിൽ ഞാൻ നമ്മുടെ ഷോൾഡറായ 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നതാണ്. താഴേക്കും 7 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യുന്നുണ്ട്. 7 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ അളവ് എത്രയാണോ അതാണ് മാർക്ക് ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഒരു അളവിനാണ് ചെയ്യുന്നത്. അപ്പോൾ അതായിട്ട് മാർക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ആം റൗണ്ട് 9 ഇഞ്ചും അവിടെ നിന്ന് നൈറ്റി ആയതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇടുന്നതല്ലേ, ജോലിയൊക്കെ ചെയ്യുമ്പോൾ ഇച്ചിരി ലൂസ് കിടക്കണമല്ലോ എന്ന് കരുതി ഒരു 11.5-12 ഇഞ്ചിൽ അത് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ റൗണ്ട് മാർക്ക് ചെയ്യാനായിട്ട് നമ്മുടെ ആം ഹോളിൻ്റെ പാതി എടുത്തിട്ട് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മളങ്ങോട്ട് ആ ഒരു കർവ് കൊടുക്കുവാണ്. ഞാൻ കൊടുക്കുന്ന കർവ് ഒന്നും റെഡി ആകുന്നില്ല, കാര്യം നമ്മുടെ ഇത് ഹക്കോബയുടെ തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അറിയാമല്ലോ, നൂലിങ്ങനെ ഓരോ ഫ്ലവർ ഉള്ള പോലത്തെയാണ്, അത് ശരിയാവുന്നില്ല അത് മാർക്ക് ചെയ്തിട്ട്. പിന്നെ ഞാൻ നമ്മുടെ നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2.5 മാർക്ക് ചെയ്യുക, അപ്പോൾ തയ്ച്ച് വരുമ്പോൾ 3 ആവുന്നുണ്ട് കേട്ടോ. ഇനി ഈ ഒരു ക്ലോത്തിൻ്റെ ലെങ്ത് ഞാൻ കൊടുക്കുന്നത് 10.5 ഇഞ്ചിലാണേ. 10.5 മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഈ മാർക്ക് ചെയ്യുന്ന ഓരോന്നും ശ്രദ്ധിക്കണേ. ഇത് ഞാൻ ആദ്യം പഠിച്ചൊരു സമയത്ത് എനിക്കും ഒരു കൺഫ്യൂഷൻ വരുന്നൊരു ഭാഗമായിരുന്നു ഇത് കേട്ടോ, അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കണേ. ഇനി ഇവിടെ നിന്ന് ഒരു 4.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് മാർക്ക് ചെയ്യുവാണ്. നമ്മുടെ ആ 4.5 ഇഞ്ചൊക്കെ കറക്റ്റായിട്ട് ഓർത്ത് വെക്കണമേ. അപ്പോൾ ഞാൻ ഇത് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നേ. നമ്മുടെ നെക്കിൻ്റെ 6 ഇഞ്ചിൽ ഞാൻ ലെങ്തും കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ പതിവ് പോലെ തന്നെ അത് ബോക്സ് ആക്കി മാറ്റുക. അവിടെ നിന്ന് നമുക്ക് ഏത് നെക്കാണോ വേണ്ടത് അത് അടയാളപ്പെടുത്തുക. നമ്മളിവിടെ ആസ് യൂഷ്വൽ നമ്മുടെ റൗണ്ട് നെക്ക് തന്നെയാണ് കൊടുക്കുന്നത്. അതായിരിക്കുമല്ലേ എല്ലാവരും കൂടുതലും ചൂസ് ചെയ്യുന്നൊരു നെക്കെന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആ 4.5 ഇഞ്ചിൻ്റെ അടുത്തുനിന്ന് നമ്മുടെ ആം റൗണ്ടിലേക്ക് ആ മാർക്ക് ചെയ്തില്ലേ അങ്ങോട്ടേക്കൊരു റൗണ്ട് ഷേപ്പിൽ വരച്ച് കൊടുക്കണം. നമ്മുടെ റൗണ്ടൊന്നും റെഡി ആകുന്നില്ല, നിങ്ങളുടെ ക്ലോത്തിൽ വരയ്ക്കുമ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കണേ. അങ്ങനെ വരച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണിത്. നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അതുകൊണ്ട് കാര്യം പറയാം, ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നിങ്ങൾക്കൊരു ഡൗട്ട് നമ്മുടെ വീഡിയോ കാണുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് കട്ട് ചെയ്തതുപോലെ തന്നെ കാണിക്കുന്നത്. അതായത് ഈ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് കട്ട് ചെയ്യേണ്ടത് നമ്മൾ ആ വരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗമുണ്ടല്ലോ, ആ റൗണ്ട് ഭാഗം, അതാണ് നമുക്ക് കട്ട് ചെയ്ത് എടുക്കേണ്ടത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ക്ലോത്ത് ആയതുകൊണ്ട് നല്ല കട്ടിയുണ്ട്. എനിക്ക് നല്ല പ്രയാസമായിരുന്നു ഇത് വെച്ച് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് ആ വരച്ച ഭാഗത്തൂടെ തന്നെ കട്ട് ചെയ്തെടുക്കണമേ. ഇപ്പോൾ കണ്ടോ, ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമേ ഇല്ല. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് വരണ്ട, നമ്മൾ സാധാരണ നമ്മൾ ആ ഒരു ഭാഗമാണല്ലോ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അത് കട്ട് ചെയ്തത്. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ. അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി. ഇനി നമ്മുടെ നെക്കും കൂടെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 6 ഇഞ്ച് കൊടുത്തതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 4.5 5 ഒക്കെ കൊടുത്താൽ മതി. കാര്യം നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മുടെ ജോലിക്കും എല്ലാം എളുപ്പം ഒതുങ്ങിയതും ലൂസുമായിട്ടുള്ളതായിരിക്കുമല്ലോ. ഇത് ഞാനിപ്പോൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് തയ്ക്കുന്നത്. അപ്പോൾ അമ്മയുടെ അളവിനാണ് തയ്ക്കുന്നത്. ഞാൻ അത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 2 തുണിയും സെപ്പറേറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സെപ്പറേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ നമുക്കത് ഇങ്ങനെയാണ് കിട്ടുന്നത്. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ ആരെങ്കിലും കാണുന്നെങ്കിൽ ദയവായി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ. പിന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ വീണ്ടും ചെയ്യാൻ ഒരു സന്തോഷം വരുന്നത്. അതുകൊണ്ട് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവരുടെ സപ്പോർട്ടാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ മെയിൻ ക്ലോത്ത് എടുക്കുവാണ്. അത് നമ്മുടെ പതിവ് പോലെ തന്നെ നിവർത്തിയിട്ടിട്ട് നീളത്തിലാണ് മടക്കിയെടുക്കുന്നത്.
ഇനി നമുക്കതിലേക്ക് നമ്മുടെ ലെങ്താണ് മാർക്ക് ചെയ്യേണ്ടത്. എനിക്കിവിടെ വേണ്ടത് 55 യഥാർത്ഥത്തിൽ നമുക്ക് 55 വേണ്ട. ഇത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ ഇത് കഴുകുമ്പോൾ കയറി ചുരുങ്ങും. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും എടുക്കുമ്പോൾ കോട്ടൻ്റെ ഇതെടുക്കുമ്പോൾ 2-3 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ എടുക്കണം കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ 55 ഞാൻ മാർക്ക് ചെയ്യുവാണ്. ഇപ്പോൾ ഇത് ഫുള്ള് ലെങ്ത് 55 ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് അവിടെ കൊണ്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുവാണേ. നല്ല ഒരു സോഫ്റ്റ് മെറ്റീരിയലായിരുന്നു ഇത് കേട്ടോ. ഇത് നമുക്ക് മീറ്ററിന് മറ്റേ 3 മീറ്റർ നൈറ്റി ബിറ്റ് കിട്ടുമല്ലോ, അതാണിത്. അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫ്രണ്ടിലുള്ളത് നമ്മുടെ ബാക്ക് പോർഷനാണ്. അതിൽ നമുക്ക് നമ്മുടെ ഓരോ അളവുകളും മാർക്ക് ചെയ്യാം. നമ്മുടെ 7 ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്യുന്നുണ്ട്. അവിടുന്ന് താഴേക്ക് 7 ഇഞ്ച് തന്നെ ആം റൗണ്ടിന് വേണ്ടി മാർക്ക് ചെയ്യുവാണ്. നമ്മുടെ ബാക്കിൽ ഫ്രണ്ടിലേക്ക് നമ്മൾ ആ ഒരു എടുത്ത അളവ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് 9 ഇഞ്ചാണ് നമ്മൾ കർവ് മാർക്ക് ചെയ്യുന്നതെങ്കിലും ഇത് ഈ ഫുള്ള് ലെങ്തിൽ ഞാൻ അങ്ങോട്ട് മാർക്ക് ചെയ്യുകയാണ്. കാര്യം നമ്മുടെ ഫ്രണ്ടിലത്തെ പോർഷന് പ്ലീറ്റ് ചുരുക്ക് വരുമല്ലോ. അതുകൊണ്ട് ഇത് നമ്മൾ തയ്ച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് മാറ്റാം. അതുകൊണ്ട് ഇത് ഫുള്ള് വീതിയും അങ്ങോട്ട് നമ്മൾ യൂസ് ചെയ്യുവാണ്. ഇപ്പോൾ കട്ട് ചെയ്ത് മാറ്റുന്നൊന്നുമില്ല. അതുകൊണ്ട് ഇനി നമുക്ക് അതിൻ്റെ ഒരു ഷേപ്പ് ലെങ്ത്, നൈറ്റിക്കായാലും നമ്മൾ ഷേപ്പ് ഒരു ഭാഗം ഉണ്ടല്ലോ. ചിലർ 13.5 ഇടും, 14.5, 15, 16 ആയിരിക്കും ഷേപ്പൊക്കെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മളിവിടെ നെക്ക് മാർക്ക് ചെയ്യുവാണെങ്കിൽ 3 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് 4.5 ഇഞ്ച് ലെങ്തും മാർക്ക് ചെയ്ത് റൗണ്ട് ഷേപ്പിൽ അതും എടുക്കുവാണ്. അപ്പോൾ എന്താ ഞാനിവിടെ 14.5 ഇഞ്ചിലാണ് ഷേപ്പ് മാർക്ക് ചെയ്യുന്നത്. 16 ഇഞ്ച് വരെ നമുക്ക് ഷേപ്പ് ഇവിടെ മാർക്ക് ചെയ്യും കേട്ടോ. ഇവിടെ ഞാനൊരു 14 ഇഞ്ചിൽ അതിൻ്റെ വിഡ്ത്തും മാർക്ക് ചെയ്തിട്ട് ഒരു ഷേപ്പ് പോലെ വന്നിട്ട് താഴോട്ടങ്ങ് ഇടുവാണ്. കാര്യം നമുക്ക് വേണമല്ലോ കട്ട് ചെയ്ത് മാറ്റേണ്ട. അത് ജസ്റ്റ് അങ്ങോട്ട് കർവ് ചെയ്ത് അങ്ങോട്ട് പോവുകയാണ്. ഇനി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കട്ട് ചെയ്തപ്പോൾ നമുക്കിത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് കിട്ടിയിരിക്കുന്നത്. ഇങ്ങനെ വരും. ഇനി നമുക്ക് ഫ്രണ്ട് പോർഷൻ എടുക്കാം. നമ്മൾ മടക്കി നല്ല വൃത്തിക്ക് മാറ്റി ഇടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ തുണി തയ്ക്കാൻ നേരത്ത് നമുക്കൊരു മൂഡ് വരത്തില്ല. ഇനിയാണ് നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഇവിടുന്ന് മുകളിൽ നിന്നേ അല്ല നമ്മൾ മാർക്ക് ചെയ്യുന്നത്, നമ്മൾ താഴേന്ന് മാർക്ക് ചെയ്യുവാണ്. നമ്മൾ ആ നേരത്തെ എടുത്ത ആ ഒരു യോക്ക് പീസ് കൂടെ കൂട്ടിയിട്ടാണ് നമ്മുടെ ഇത് മാർക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോൾ 55 ഇഞ്ചിൽ നിന്നും നമ്മുടെ ആ യോക്ക് ഭാഗമായ 9.5 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 45.5 കിട്ടുന്നത്. അപ്പോൾ ആ 45.5 മാർക്ക് ചെയ്യണം. അതായത് താഴേന്ന് വന്നിട്ടാണ് മാർക്ക് ചെയ്യേണ്ടത്. ഈ 45 ഇഞ്ചിന് മുകളിൽ ആയിരിക്കണം നമ്മുടെ യോക്ക് പാർട്ട് വെക്കേണ്ടത്. അല്ലാണ്ട് 45 താഴെ കൊണ്ടുവന്നോ ഇടയ്ക്ക് കൊണ്ടുവന്നിട്ടോ ആ യോക്ക് പാർട്ട് വെക്കരുത്. 45 എവിടാണോ അതിന് മുകളിൽ കൊണ്ടുവന്നിട്ട് വേണം നമ്മുടെ യോക്ക് പാർട്ട് വെക്കേണ്ടത്. അവിടുന്ന് ഒരു 7.5 ഇഞ്ച് മാർക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല കേട്ടോ, ഞാൻ വീഡിയോ എടുത്തതിൻ്റെ ഒരു തെറ്റാണ്. നമ്മളത് വെച്ചിട്ട് അതിൻ്റെ ഒരു പ്രത്യേക പോയിന്റ് പറയാൻ മറന്നുപോയി. നമ്മുടെ ആ ഒരു 7 ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഉണ്ടല്ലോ ആ ഭാഗവും പിന്നെ ഒരു 4.5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തായിരുന്നല്ലോ അതും അങ്ങോട്ട് മാർക്ക് ചെയ്തിട്ട് അത് രണ്ടും ഒരു നോച്ച് ഇട്ട് കൊടുക്കണം. ഇത് നമ്മുടെ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണിത്. അപ്പോൾ നമ്മളത് അങ്ങനെ മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്യുവാണ്. ഇവിടെ ഇതിനുള്ളിലായിരിക്കണം നമ്മുടെ പ്ലീറ്റ് വരേണ്ടത്. ഇത് ഈ നൈറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യല്ലേ. ഞാൻ നിങ്ങളോട് ആദ്യമേ പറയാൻ വിട്ടുപോയി, ക്ഷമിക്കണേ. എപ്പോഴായാലും പറഞ്ഞാൽ മതി, അതുകൊണ്ടാണ് കേട്ടോ. ഇപ്പോൾ അതായത് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്. ഇത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. എന്നിട്ട് നമ്മുടെ ആ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഓപ്പണിംഗ് സൈഡിൽ, നൈറ്റിയുടെ ആ ഓപ്പണിംഗ് സൈഡിലാണ് വെക്കുന്നത്. എന്നിട്ട് അവിടുന്ന് ഒരു 7.5 ഇഞ്ചിൽ, അത് നമ്മുടെ ആ വണ്ണത്തിന് വേണ്ടിയാണ്, നമുക്ക് 6, 7, 7.5 എടുക്കാം. ഞാനിവിടെ 7.5 ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ അത് വെക്കുന്നുണ്ട്. ഇതാണ്ടോ 7.5 ഇഞ്ച് വെച്ചിട്ടുണ്ട്. ഇതാ ഇങ്ങനെ വെക്കുന്നുണ്ടേ. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് അളന്ന് നോക്കണം 7.5 തന്നെ ആണോ ഇരിക്കുന്നതെന്ന്.
ഇത് നമ്മുടെ ആ നൈറ്റി ക്ലോത്തിൽ ആ ഒരു 7.5 ഇഞ്ചിൽ നിന്ന് മുകളോട്ട് നമ്മളങ്ങോട്ട് നമ്മുടെ ആം റൗണ്ട് ഭാഗം പോലെ അങ്ങ് മാർക്ക് ചെയ്യണം. ഇവിടെ നിന്നാണ് നമ്മുടെ ആം റൗണ്ട് വരുന്നത്. എന്നിട്ട് നമ്മുടെ ആ ഒരു 4.5 മാർക്ക് ചെയ്തൊരു ഭാഗം 7 മാർക്ക് ചെയ്തൊരു ഭാഗം ഉണ്ടല്ലോ, അവിടേക്ക് നമ്മളൊരു മാർക്ക് കൊടുക്കണം. ഇപ്പം അത് നമുക്കറിയാൻ വേണ്ടി നമ്മുടെ ബാക്ക് പാർട്ട് എടുത്ത് അതിൽ വെച്ച് നോക്കുകയാണ് കറക്റ്റായിട്ട് അവിടെയാണോ ആ ആം റൗണ്ട് വരുന്നതെന്ന്. അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണ് വരുന്നത്. അതാണ് നമ്മുടെ ആം റൗണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരുന്നെങ്കിൽ ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കണ്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ ആ ആം റൗണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആ 4.5 ഭാഗത്തും 7.5 ഭാഗത്തും നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം, നോച്ചിട്ട് കൊടുക്കണമേ. അപ്പോൾ അത് മാറ്റിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ആ യോക്ക് പാർട്ട് എവിടെയാണോ ഇരുന്നത് ആ ഭാഗത്ത് കൂടെ ലൈൻ വരച്ചിട്ട് അവിടെ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്നത്. അതൊരിക്കലും മാറിപ്പോവരുതേ. ഇങ്ങനെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ ആം റൗണ്ട് ചെറിയ ഭാഗം പോലെയാണ് ഇപ്പോൾ കിട്ടുന്നത്. കാര്യം നമ്മുടെ ബാക്കി ആം റൗണ്ട് ഭാഗം ഈ ബ്ലാക്ക് ക്ലോത്തിലാണ് ഉള്ളത്. ഇതാ കണ്ടോ, ഇങ്ങനെയായിരിക്കും കിട്ടുന്നത് നമുക്ക്. ഇനി നമുക്ക് ആ നോച്ചിട്ട വരെയായിട്ടുള്ള ഭാഗത്ത് പ്ലീറ്റ് ഇടണം. അതിന് നമുക്ക് അതും അറിയാൻ വേണ്ടി ഓരോ നോച്ച് അവിടെയും ആ നൈറ്റിയുടെ ക്ലോത്തിലും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ നൈറ്റിയിൽ കൺഫ്യൂഷൻ വരുന്നതും ഇച്ചിരി പാടുള്ള. ആദ്യം ചെയ്യുമ്പോൾ ഉള്ളത് നമുക്ക് പിന്നീട് ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം. ഞാൻ സ്ലീവൊക്കെ വെട്ടിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ 2 ക്ലോത്ത് ഉണ്ടല്ലോ, നമുക്ക് 2ആയിട്ടാണല്ലോ ബ്ലാക്ക് ക്ലോത്ത് കിട്ടിയത്. അത് നമുക്ക് കഴുത്ത് ഭാഗമായിട്ട് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ലൈനിങ് ഇട്ട് നമ്മൾ അടിച്ച് തിരിച്ചെടുക്കുമല്ലോ, അതുപോലെ നമുക്ക് അടിച്ച് മറിച്ചെടുക്കണം. ഇപ്പോൾ എന്താ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുവാണേ. ഈ ക്ലോത്ത് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇച്ചിരി പാട്. നിങ്ങൾ കറക്റ്റ് കോട്ടൺ തന്നെയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു ഭാഗവും നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവേ. ഇതിൻ്റെ നല്ല വശവും ചേർത്താണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകിച്ച് നമുക്ക് ഈ ഒരു പാർട്ടിൽ കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. നമ്മൾ ലൈനിങ് ഇട്ട് മറിക്കുന്നതിന് പകരം നല്ല ക്ലോത്തുകൾ ഇട്ട് മറിക്കുന്നതേ ഉള്ളൂ. അതിൻ്റെ ഇടയ്ക്ക് ഓരോ കട്ട് കൊടുക്കണേ. നമ്മുടെ ആ ഒരു നമ്മൾ സാധാരണ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് ഉണ്ടല്ലോ, ആ മെത്തേഡിൽ നമുക്ക് കട്ട് ചെയ്ത് വേണം തിരിച്ചെടുക്കേണ്ടത്. അങ്ങനെ നമ്മളിത് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തുകൂടെ സ്റ്റിച്ചിങ് ചെയ്യണം. ഇനിയാണ് നമ്മുടെ നൈറ്റിയുടെ മെയിൻ ക്ലോത്ത് എടുത്ത് ഇതിലേക്ക് ഇടുവാണ്. നമുക്കൊന്ന് വെച്ച് നോക്കാം എങ്ങനെയായിരിക്കും സ്റ്റിച്ച് വരുന്നതെന്ന്. ആ നോച്ച് ഭാഗത്തൊക്കെ കറക്റ്റായിട്ടാണോ നൈറ്റി വരുന്നതെന്ന് നോക്കണം. ഇപ്പോൾ എന്തായാലും ക്ലോത്ത് 2 ക്ലോത്തും മടക്കി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നോക്കുവാണ് നമ്മുടെ ക്ലോത്ത് എവിടം വരെയാണ് വരേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ആ നോച്ചിട്ട ഭാഗം വരെയാണ് വരേണ്ടത്, അത് നോക്കണം. അപ്പോൾ നമുക്ക് ഓരോ പ്ലേറ്റും ഇട്ട് കൊടുക്കാം. നമ്മൾ ആ നോച്ചിട്ട ഭാഗത്തുനിന്ന് ഒരു ഇച്ചിരി അകന്ന് ഒരു 1/2 ഇഞ്ചെങ്കിലും അകന്ന് മാറിയിട്ട് വേണം കേട്ടോ പ്ലേറ്റ് ഇടേണ്ടത്. അങ്ങനെ ഞാൻ പ്ലേറ്റ് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ആ നോച്ച് ഭാഗവും യോക്കിൻ്റെ ആ നോച്ച് ഭാഗവും തമ്മിൽ കറക്റ്റായിട്ടാണോ ഇരിക്കുന്നതെന്ന് നോക്കാൻ വേണ്ടി പിൻ ചെയ്ത് ഞാൻ നോക്കുന്നുണ്ട്. നമ്മൾ എപ്പോഴും പിൻ ചെയ്ത് അത് കറക്റ്റാണോ എന്ന് നോക്കിയിട്ട് വേണം തയ്ക്കാൻ. ഇല്ലെങ്കിൽ നമുക്ക് വീണ്ടും അത് അഴിക്കേണ്ടി വരും. അത് നമുക്കൊരു പ്രയാസമാണല്ലോ. ഇപ്പോൾ നമുക്കത് ഞാൻ ഓരോ നോച്ച് ഭാഗത്താണ് ഞാൻ പിൻ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളും അതുപോലെ കറക്റ്റായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം നമുക്ക്, അല്ലെങ്കിൽ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേറ്റ് ചിലപ്പോൾ മാറിപ്പോവും. എന്നിട്ട് നമുക്കത് അടിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ അടിച്ചെടുത്ത് എനിക്ക് എന്തായാലും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ഭാഗത്ത് നമുക്ക് വേണമെങ്കിൽ ലേസൊക്കെ വെക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ലേസൊന്നും ഇല്ലാഞ്ഞത് കൊണ്ടാണ് കേട്ടോ ലേസ് വെക്കാൻ. ഇല്ലെങ്കിൽ ഈ ഭാഗം നമുക്ക് ലേസ് വെച്ച് കുറച്ചുകൂടെ ഭംഗിയാക്കാമായിരുന്നു. ഇപ്പോൾ ഞാൻ പതിച്ചടിക്കുവാണ്. പതിച്ചടിക്കുമ്പോൾ നമ്മുടെ അടിയിലെ ക്ലോത്ത് കറക്റ്റായിട്ട് ഒരു ഭാഗത്ത് തന്നെയാണോ ഇരിക്കുന്നതെന്ന് നോക്കണം. ഇല്ലെങ്കിൽ ആ ഒരു തയ്യൽ ഭാഗം ഏറെയും കുറഞ്ഞും ഇരിക്കുമ്പോൾ അത് നമുക്കൊരു വൃത്തികേടാകും. അതാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് അടിഭാഗത്തുനിന്ന് ഇങ്ങനെ വിരൽ വെച്ച് നോക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും നമുക്കതൊരു തയ്ച്ച് വരുമ്പോൾ ഒരു അഭംഗിയായിട്ട് മാറും. പിന്നെ നമ്മുടെ ബാക്ക് ഭാഗം എടുത്തിട്ട് ക്രോസ് പീസ് വെച്ചിട്ട് കഴുത്ത് അടിച്ചെടുക്കുവാണ്. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതുകൊണ്ടാണ് കേട്ടോ ഞാൻ ക്രോസ് പീസ് അടിച്ചെടുക്കുന്നതൊന്നും കാണിക്കാഞ്ഞത്. പിന്നെ അപ്പോൾ നിങ്ങൾക്കും ബോറടിക്കും, വീഡിയോയുടെ ലെങ്തും കൂടും. ഇതാ നമ്മുടെ ക്രോസ് പീസ് വെച്ച് ഇത് അടിച്ചെടുക്കുന്നുണ്ട്.
അതിൽ ഇതുപോലെ 2 ഇഞ്ച് 2 ഇഞ്ചിൽ വെച്ചിട്ട് ഓരോ കട്ടിങ് കൊടുക്കണം. ഇപ്പോൾ ഇങ്ങനെ എടുക്കുന്നുണ്ട്, കട്ട് ചെയ്ത് കൊടുക്കുവാണ്. നമ്മുടെ നല്ല തയ്യലിൽ കട്ടിങ് വീഴാതെ വേണേ കൊടുക്കേണ്ടത്, ഇല്ലെങ്കിൽ നമുക്ക് മൊത്തത്തിൽ അബദ്ധമായി മാറും. നമ്മൾ ഇപ്പോഴാണ് ഞാൻ ഷോൾഡർ ഒക്കെ അടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതും സ്ഥിരമായിട്ട് കാണിക്കുന്നതുകൊണ്ടാണ്. അത് കഴിഞ്ഞ് ഷോൾഡർ യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മുടെ ബാക്കിലെ കഴുത്ത് ഭാഗം കറക്റ്റായിട്ട് പതിച്ചടിച്ചെടുക്കുന്നത്. ഇപ്പോൾ 2 വശവും ഞാൻ നന്നായിട്ട് വെച്ച്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യാം. ഞാൻ സ്ലീവ് വെട്ടുന്നത് നിങ്ങളെ കാണിച്ചില്ല, അറിയാവുന്നത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ യോക്കിൻ്റെ ഭാഗത്തെ കുറച്ച് ബ്ലാക്ക് തുണി അവിടെ ഞാൻ ചേർത്തിട്ടുണ്ടായിരുന്നേ. അതൊരു പടി പോലെ ഒരു ഭംഗിക്ക് വെച്ചതാണ്. നമുക്ക് സ്ഥിരം എങ്ങനെയാണോ സ്ലീവ് അറ്റാച്ച് ചെയ്യുന്നത് അതുപോലെ അങ്ങ് സ്ലീവ് അറ്റാച്ച് ചെയ്താൽ മതി. എല്ലാത്തിലും ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കണം. ഇപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു ബാക്ക് ഭാഗം അഡീഷണലായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ ഒരു ഇത് നമുക്ക് ഇപ്പോൾ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോഴാണ് അറിയുന്നത്. അതാണ്ടോ, അത് ഞാനിപ്പം കട്ട് ചെയ്തിട്ടില്ല, ഫുള്ള് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്യാമെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. ആണ്ടോ, ഫ്രണ്ട് ഭാഗത്ത് വന്നപ്പോൾ ആ സ്ലീവിൻ്റെ ആ ഒരു ക്ലോത്ത് കറക്റ്റാണ്. എന്നാൽ ആ ബാക്ക് ഭാഗത്ത് അഡീഷണൽ കിടക്കുന്നുമുണ്ട്. അതിനുള്ള കാണിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ തയ്ച്ച് വരുമ്പം എനിക്കങ്ങനെ വന്നു നിങ്ങൾക്ക് അങ്ങനെ വന്നില്ല എന്ന് കരുതുമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാതെ അത് ഫുള്ള് ഇപ്പോൾ കാണിച്ചത്. ഇപ്പോൾ നമ്മുടെ ആ ഒരു ഭാഗം ഇങ്ങനെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബോഡി പാർട്ട് ഫുൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാനത് കട്ട് ചെയ്യുന്നത്. നമുക്ക് അറ്റാച്ച് ചെയ്യാം. കണ്ടോ, ആ ഒരു ഭാഗം കിടക്കുന്നത് കണ്ടോ. കൈക്കുഴിയെല്ലാം കറക്റ്റായിട്ടാണോ വരുന്നത് നോക്കിയിട്ട് വേണം നമ്മൾ അടിക്കേണ്ടത്, അല്ലെങ്കിൽ കൈക്കുഴിയുടെ ഭാഗം ഏറിയും കുറഞ്ഞും ഇരിക്കും. ഇപ്പോൾ ഞാൻ ആ ബോഡി പാർട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ ആ ബാലൻസ് ഉള്ള ഭാഗം കട്ട് ചെയ്യുവാണേ. നിങ്ങൾക്ക് ഇതിന് മുമ്പ് വേണമെങ്കിൽ കട്ട് ചെയ്യാം, ഞാൻ എന്നാലും ഇപ്പോഴാണ് കട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏറിയും കുറഞ്ഞും പോയാലോ എന്ന് കരുതിയട്ടെ. ഇനി നമ്മുടെ അടിഭാഗം അടിച്ചെടുക്കണം. അത് നമ്മുടെ കോട്ടൺ ആയതുകൊണ്ട് 2 മടക്കിൽ മടക്കിയിട്ട് നല്ല സുഖമായിട്ട് അടിച്ചെടുക്കാം കേട്ടോ. കോട്ടൻ്റെ ഒരു പ്രത്യേകതയാണല്ലോ, നമുക്ക് 2 അടിയായിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, സുഖമായിട്ട് ഒറ്റടിയിൽ സംഭവം നമുക്ക് അടിച്ചെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫുള്ള് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗം. നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇനിയും പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും താങ്ക് യു.